നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. COA സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. നഗരത്തിൽ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ് സമ്മേളനം തുടങ്ങിയത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും ഗ്രാമസഭ ചേർന്ന് വോട്ടർ പട്ടിക ഉറക്കെ വായിച്ചു. ആശയം നടപ്പാക്കിയത് രാജ്യത്ത് കാസർഗോഡ് ആദ്യമായി. കാസർഗോഡ് വീണ്ടും വൻ കുഴൽപ്പണവേട്ട. നഗരത്തിലെത്തിയ യുവാവിൽ നിന്ന് 15,15,000 രൂപ പിടികൂടി. കുമ്പളയിൽ വ്യാപാരിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മഞ്ചേശ്വരം തുമിനാട്ടെ കോൺക്രീറ്റ് റോഡിൽ രൂപപ്പെട്ട കുഴിയടച്ച് മാതൃകയായി നാരായണൻ. മാതൃകാ പ്രവർത്തനത്തിന് നിറഞ്ഞ കയ്യടി. വീട്ടിനകത്ത് പാചകവാതക സിലിണ്ടർ തുറന്ന് ഗൃഹനാഥനായ യുവാവ് പൈപ്പിന് തീ കൊളുത്തി. സംഭവം തൃക്കരിപ്പൂർ കൊയങ്കോരയിൽ. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. നഗരത്തിൽ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. നഗരത്തിൽ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തളിക്കണ്ടംകുളം ജൂബിലി ഹാളിൽ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ കൊടിമര ജാഥ കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത്. കേബിൾ TV സംരംഭക പ്രസ്ഥാനത്തിന്റെ വക്താവും മുൻനിര സാരഥിയുമായിരുന്ന NH അൻവറിന്റെ കാസർഗോഡ് പുലിക്കുന്നിലെ വസതിയിൽ നിന്നാണ് കൊടിമര ജാഥ ആരംഭിച്ചത്. പതാക കൊടിമര ജാഥകൾ വെള്ളിയാഴ്ച കോഴിക്കോട്ടെത്തി. നഗരത്തിൽ വിളംബര ജാഥയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് ഗ്രാമസഭ ചേർന്നു. ബൂത്ത് ലെവൽ ഓഫീസർമാർ ഗ്രാമസഭയിൽ വോട്ടർ പട്ടിക ഉറക്കെ വായിച്ചു. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ എന്ന ആശയം കാസർഗോഡ് നടപ്പാക്കിയത്. വോട്ടർ പട്ടിക ശുദ്ധീകരണ യജ്ഞത്തിന്റെ അവസാനഘട്ട പ്രവർത്തനമായാണ് ശനിയാഴ്ച രാവിലെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും ഗ്രാമസഭ ചേർന്നത്. ഗ്രാമസഭയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർ പട്ടിക ഉറക്കെ വായിച്ചു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ എന്ന ആശയം കാസർഗോഡ് നടപ്പിലാക്കിയത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഷിറിയ 101ാം ബൂത്തിൽ ജില്ലാ കളക്ടർ ഇമ്പശേഖരൻ വോട്ടർ പട്ടിക ഉറക്കെ വായിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. അബ്ദുൾ സലീം M, അച്ഛന്റെ പേര് മൊയ്തു, വീട് പ്രായം 29, അടുത്ത് ഫാത്തിമ സുഹറ. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ അവരെ? കൂട്ടിച്ചേർക്കുവാനും ഒഴിവാക്കുവാനുമുള്ളവ ഫോം 6, 7, 8 എന്നിവ പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കുവാനുള്ള സൗകര്യം ഗ്രാമസഭകളിലുണ്ടായിരുന്നു. LSGD ജോയിന്റ് ഡയറക്ടർ, സബ് കളക്ടർ, RDO, AROമാർ, EROമാർ, സ്വീപ്പ് നോഡൽ ഓഫീസർ എന്നിവർ ഗ്രാമസഭയ്ക്ക് നേതൃത്വം നൽകി. വോട്ടർ പട്ടികയിൽ നിന്നും അർഹരല്ലാത്തവരുടെ പേരുകൾ പരമാവധി ഒഴിവാക്കി പോളിംഗ് ശതമാനം ഉയർത്തുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഈ ആശയത്തിലൂടെ മരിച്ചവരും സ്ഥലത്തില്ലാത്തവരുമായ വോട്ടർമാരെ പരമാവധി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി പോളിംഗ് ശതമാനം 90-ന് പുറത്ത് എത്തിക്കുവാനും ലക്ഷ്യമിടുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് ഗ്രാമസഭ ചേർന്നപ്പോൾ വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾക്കും പുത്തൻ അനുഭവമായി മാറി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലും ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ ഗ്രാമസഭകൾ നടന്നു.
വോട്ടർ പട്ടിക അന്തിമമാക്കും മുൻപ് കാലങ്ങളായി അതത് വില്ലേജ് ഓഫീസുകളിൽ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും തമ്പടിച്ച് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചും വോട്ടുകൾ തള്ളിച്ചും കൂട്ടിച്ചേർത്തുമുള്ള തേർച്ച അഥവാ വാദം കേൾക്കലിന് പകരം പുതിയ തരത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ വേറിട്ടതായി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലും ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ ഗ്രാമസഭകൾ നടന്നു. വോട്ടെടുപ്പ് നടക്കുന്ന അതത് ബൂത്തുകളിൽ ഓരോ ബൂത്തിനും ഒരു ക്ലാസ് മുറികൾ വീതം സജ്ജീകരിച്ചാണ് ഗ്രാമസഭകൾ നടത്തിയത്. വോട്ടർ പട്ടിക വായിച്ച് കൂട്ടിച്ചേർക്കലും നീക്കം ചെയ്യലും ഉൾപ്പെടെ ബൂത്ത് തല ഗ്രാമസഭയിൽ വോട്ടർമാർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. തെരഞ്ഞെടുപ്പ് ഗ്രാമസഭയിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർമാരുടെ ചിത്രം പതിച്ച ഇപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടിക ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു ഗ്രാമസഭയിലെ മുഖ്യ നടപടിക്രമം. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 32 ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ നടത്തി. തൃക്കരിപ്പൂർ ടൗണിലെ സെന്റ് പോൾസ് AUP സ്കൂളിലെ 166, 167, 172 ബൂത്തുകളിൽ നടന്ന ഗ്രാമസഭ ജീവനക്കാരായ KP ബീന, MV ഭവാനി, BLOമാരായ T അബ്ദുൽ സലീം, KKP സിറാജ് എന്നിവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തുകളിൽ ഗ്രാമസഭകൾക്ക് ജീവനക്കാരായ CV സുധീരൻ, ഗോവിന്ദൻ കണ്ണോത്ത്, BLOമാരായ N ഇസ്മായിൽ, VP താജുദ്ദീൻ, AV ലിഥിൻ എന്നിവരും നേതൃത്വം നൽകി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർകോട്ട് വീണ്ടും വൻ കുഴൽപ്പണവേട്ട. നഗരത്തിലെത്തിയ യുവാവിൽ നിന്ന് 15,15,000 രൂപ പിടികൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വൻതോതിൽ കുഴൽപ്പണ വിതരണത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത്. അഗടിമുഖർ സ്വദേശി അലങ്കാർ ഹൗസിലെ അബൂബക്കർ ഹുസൈനിൽ നിന്നാണ് കുഴൽപ്പണം പിടികൂടിയത്. സംശയകരമായ സാഹചര്യത്തിൽ കാസർഗോഡ് ഗീതാ ജംഗ്ഷനിൽ കാണപ്പെട്ട ഇയാളെ ടൗൺ പോലീസ് ദേഹപരിശോധന നടത്തിയപ്പോഴാണ് പണം കണ്ടെത്തിയത്. 500 രൂപയുടെ 100 എണ്ണം വീതമുള്ള 30 ഇന്ത്യൻ കറൻസി നോട്ടുകെട്ടുകളും 500 രൂപയുടെ 30 എണ്ണമുള്ള ഒരു ഇന്ത്യൻ കറൻസി നോട്ടുകെട്ടുമാണ് പിടികൂടിയത്. തുടർ നടപടികളുടെ ഭാഗമായി പണം കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വൻതോതിൽ കുഴൽപ്പണ വിതരണത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത്. കാസർഗോഡ് ജില്ലയിലെ ഇലക്ഷന്റെ ഭാഗമായി പോലീസ് നടപടി ശക്തമാക്കിയതിനെ തുടർന്ന് ഇന്നലെ കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിൽ കാസർഗോഡ് ടൗണിൽ നിന്ന് അബൂബക്കർ ഉനൈസ് എന്നയാളുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് 29-ാം തീയതി രാത്രി കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ വിഷ്ണുമംഗലം അമ്പലത്തിനടുത്ത് ഉദയകുമാർ എന്നയാളെ 408 പാക്കറ്റ് കർണാടക മദ്യവുമായി ഏകദേശം 75 ലിറ്ററോളം വിദേശ മദ്യം അയാളെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി അയാളെ 14 ദിവസത്തിന് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 23-ന് കാസർഗോഡ് വെച്ച് രേഖകളില്ലാത്ത 7.5 ലക്ഷം രൂപയുടെ കുഴൽപ്പണവും 7.5 ലക്ഷം രൂപ മൂല്യം വരുന്ന അമേരിക്കൻ ഡോളർ, UAE ദിർഹം, സൗദി റിയാൽ, മലേഷ്യൻ റിംഗിറ്റ് എന്നിവ പിടികൂടിയിരുന്നു. കാസർഗോഡ് ചൗക്കിയിലെ മുഹമ്മദ്, മലപ്പുറം തിരൂരങ്ങാടിയിലെ സൈനുദ്ദീൻ എന്നിവരിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെച്ചാണ് പണം പിടികൂടിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണക്കടത്ത്, ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ളവ നടക്കാനിടയുള്ള സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പോലീസ് പരിശോധന കൂടുതൽ ശക്തമാക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പളയിൽ വ്യാപാരിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കണിപ്പുര ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ഉത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ നടക്കുന്നതിനിടെ മൈതാനത്ത് മദ്യപാനികൾ അഴിഞ്ഞാടിയിരുന്നു. ഇവരെ പിരിച്ചുവിടാൻ ലാത്തി വീശുന്നതിനിടെ പോലീസ് കടയിൽ കയറി വ്യാപാരിയെ മർദ്ദിച്ചതായി പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കുമ്പള മീപ്പിരി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സാം ഷൂ പോയിന്റ് കടയുടമ പേരാലിലെ സാഹിദിനെയാണ് പോലീസ് സംഘം മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. പരിക്കുകളോടെ സാഹിദിനെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി പോലീസുകാർ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന കടയിൽ കയറി വടികൊണ്ട് സാഹിദിന്റെ തലക്കടിച്ചുവെന്നാണ് പരാതി. തലയ്ക്ക് 3 തുന്നലിടേണ്ടി വന്നു. കണിപ്പുര ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ഉത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ നടക്കുന്നതിനിടെ മൈതാനത്ത് മദ്യപാനികൾ അഴിഞ്ഞാടിയിരുന്നു. ഇവരെ പിരിച്ചുവിടാൻ ലാത്തി വീശിയ പോലീസ് കടയിൽ കയറുകയും സാഹിദിനെ മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
അതേസമയം കുമ്പള സ്റ്റേഷനിലെ പോലീസുകാരല്ല മർദ്ദിച്ചതെന്നും ഉത്സവമായതിനാൽ മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർക്കും ഡ്യൂട്ടി നൽകിയിരുന്നുവെന്നും വ്യാപാരികളുമായി ചർച്ച നടത്തിയതിനു ശേഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും കുമ്പള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം തുമിനാട്ടി കോൺക്രീറ്റ് റോഡിൽ രൂപപ്പെട്ട കുഴിയടച്ച് മാതൃകയായി നാരായണൻ. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ ലോറി ഡ്രൈവറായ നാരായണൻ കുഴികളടക്കുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതർ ചെയ്യേണ്ട പ്രവൃത്തിയാണ് സ്വന്തം ചെലവിൽ നടത്തി ഇദ്ദേഹം മാതൃകയായത്. സ്വാർത്ഥതയുടെ ലോകത്ത് നിസ്വാർത്ഥതയുടെയും നന്മയുടെയും വെളിച്ചം വിതറുന്ന ചിലരുണ്ട്. അത്തരത്തിലൊരാളാണ് മഞ്ചേശ്വരം തുമിനാട്ടെ ലോറി ഡ്രൈവറായ നാരായണൻ. തുമിനാട്ടെ കോൺക്രീറ്റ് റോഡിൽ യാത്ര ദുസ്സഹമാക്കുന്ന തരത്തിൽ രൂപപ്പെട്ട കുഴികൾ സ്വന്തം ചിലവിൽ നികത്തി നൽകിയാണ് നാരായണൻ നന്മയുടെ പ്രതീകമായത്. കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങളിലും ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടതിനാൽ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. യാത്രക്കാർ ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു. ഇതോടെയാണ് നാരായണൻ കുഴികൾ അടക്കുവാൻ മുന്നോട്ട് വന്നത്. സ്വന്തം ചിലവിൽ ടിപ്പർ ലോറിയിൽ മണ്ണെത്തിച്ച് കുഴികളിലിട്ട് നികത്തി. പഞ്ചായത്ത് അധികൃതർ ചെയ്യേണ്ട പ്രവൃത്തിയാണ് സ്വന്തം ചെലവിൽ നടത്തി ഇദ്ദേഹം മാതൃകയായത്. സമൂഹത്തോട് കരുതലും സേവന മനോഭാവവും വളർത്തിയെടുക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ യുവസമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് നാരായണൻ KCN ന്യൂസിനോട് പറഞ്ഞു. ಸಾರ್ವಜನಿಕವಾದ ಮಲ್ಪುಣಂಜಿ ಬೇಲೆನೊಂಜಿ ಮಲ್ಪುಣಂದತ್ತು ಒಂಜಿ ಕಣ್ಣುಗು ತೂನಾಗೊಂಜಿ ಮಲ್ಪುಣಂದಾಂಡು ಅಂಚ ಮಲ್ತೆ ಬೊಕ್ಕ ಈ ಡಬಲ್ ರೈಡ್ ಪೋನಾಗ ಪೊಂಜೋಲೆನ್ಕುಲ್ಲ ಒಂದು ಜೋಕ್ಲೆನ್ಕುಲ್ಲ ಮಲ್ಲ ಮಲ್ಲ ಚೆಡಿತ್ತು ಇನ್ನೊಂದು ಕವರ್ ಮಲ್ಪುಗಂದು ಇನ್ನೊಂದು ಆಸೆ ಯಾನೊಂಜಿ ಖಾಲಿ ಒಂಜಿ ಚಾಲಕ್ಕಿ ವಾರಿಗ ಅದು ಶೋಕ್ ಮಲ್ಪುಗಂದು ಮನಸ್ಸಿಡಾಂಡು ಅದು ಒಕ್ಕದ ನಂಗೆ ಮಲ್ಲಂದು ನಮ್ಮ ಊರು ಬಂಡದು ಅದು. നാരായണന്റെ മാതൃകാ പ്രവർത്തനത്തിന് വിവിധയിടങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹം തുടരുകയാണ്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സാമൂഹ്യ ജീവകാരുണ്യ സേവന മേഖലകളിൽ സജീവമായി തൃക്കരിപ്പൂർ സീറ്റ് സെന്ററിന്റെ 10ാം വാർഷികാഘോഷ ഭാഗമായി വനിതാ സംഗമം നടത്തി. തൃക്കരിപ്പൂർ വൾവക്കാട് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ പ്രമുഖ ഫാമിലി ട്രെയിനർ ഷബീർ റഹ്മാനി പഴമള്ളൂർ വിഷയാവതരണം നടത്തി. തൃക്കരിപ്പൂർ വൾവക്കാട് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ സംഗമം സ്വാഗത സംഘം ചെയർമാൻ AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. MAC അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ഫാമിലി ട്രെയിനർ ഷബീർ റഹ്മാനി പഴമള്ളൂർ വിഷയാവതരണം നടത്തി. ഒരു മനുഷ്യന്റെ മനസ്സ് സന്തോഷിപ്പിക്കണം, അതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പുണ്യകാര്യം. അത് ഏത് മതസ്ഥനായാലും ഏത് ജാതിയായാലും ഏത് വിഭാഗമായാലും. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു ഖുർആൻ എന്താ പറഞ്ഞത്? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവ്, മലിക്കിൻ നാസ്, ജനങ്ങളുടെ ഉടമസ്ഥൻ, ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ഇലാഹ്. കണ്ടോ, കഅബയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ കഅബ എന്നല്ല, ജനങ്ങളുടെ കഅബ. ഇന്നഹു വല ബൈത്തുൻ ഉദിയ ലിന്നാസി ലല്ലതി ബിബക്കത മുബാറക. ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കഅബ. S. അഷ്റഫ്, സത്താർ വടക്കുംപാട്, OT അഹമ്മദ് ഹാജി, NKP മുഹമ്മദ്, VPM സുലൈമാൻ, KM കുഞ്ഞി, TP മുഹമ്മദ് ഹാജി, M മുഹമ്മദ് കുഞ്ഞി, NA മജീദ് എന്നിവർ സംസാരിച്ചു. ബീരിച്ചേരി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ നാസർ അസ്നവി സമാപന പ്രാർത്ഥന നടത്തി. ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളാണ് 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രവാസി സംഗമം, കുടുംബ സംഗമം തുടങ്ങി വേറിട്ട പരിപാടികൾ തുടർന്നുള്ള മാസങ്ങളിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വീടിനകത്ത് പാചകവാതക സിലിണ്ടർ തുറന്ന് ഗൃഹനാഥനായ യുവാവ് പൈപ്പിന് തീ കൊളുത്തി. തീ ആളിപ്പടർന്നപ്പോൾ അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. തൃക്കരിപ്പൂർ കൊയോങ്കരയിലാണ് സംഭവം. പാചകവാതക സിലിണ്ടറിന്റെ പൈപ്പ് ഗൃഹനാഥനായ യുവാവ് ഊരിവിട്ട് തീ കൊളുത്തിയതായി പരാതി. വീടിന്റെ അടുക്കളയിൽ തീ പിടിച്ച് സ്റ്റൗവും സ്വിച്ചുകളും വയറിങ്ങും കത്തിനശിച്ചു. കൊയങ്കര മലയാള കലാവേദിക്ക് സമീപം താമസിക്കുന്ന പഴയ തുണി ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന കർണാടക ബംഗളൂരു സ്വദേശി MK ബാബു ആണ് വീട്ടിൽ അതിക്രമം നടത്തിയത്. വീടിനകത്ത് തീയാളുന്നത് കണ്ട് നാട്ടുകാരാണ് അഗ്നിരക്ഷാ നിലയത്തിലും പോലീസിലും വിവരം അറിയിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. തൃക്കരിപ്പൂർ ടൗണിലെ കൂലേരി ഗവൺമെന്റ് സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ഭാര്യ അംബികയും 5 മക്കളും പോയ സമയത്താണ് സംഭവം. മദ്യപിച്ചെത്തിയ ബാബു പാചകവാതക സിലിണ്ടർ തുറന്നു തീ പിടിപ്പിച്ച് പൈപ്പ് വലിച്ചൂരി വിടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃക്കരിപ്പൂർ ഫയർ ഓഫീസർ KN ശ്രീനാഥന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയെത്തി തീ പടരുന്ന സിലിണ്ടർ വയലിനടുത്തേക്ക് നീക്കി തീയണക്കുകയായിരുന്നു.
ചന്ദേര SI K സുരേഷിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലാണ് തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റ് 2 പാചകവാതക സിലിണ്ടറിലേക്ക് തീ പടരാതെ ഇരുന്നത്. ഉർമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് മണ്ഡലം പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ 3ാം വാർഷികാഘോഷങ്ങൾക്ക് ഗൃഹസന്ദർശനത്തോടെ തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു ആദ്യദിന പര്യടനം. കാസർഗോഡ് മണ്ഡലം പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ 3ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഗൃഹസന്ദർശനത്തോടെയാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു ആദ്യദിന പര്യടനം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി വളണ്ടിയർമാർ ഗൃഹസന്ദർശനം തുടരും. പാലിയേറ്റീവ് കെയർ മേഖലയിൽ 3 വർഷത്തേക്ക് കടക്കുന്ന മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള PTH വലിയൊരു ജനകീയ കൂട്ടായ്മയായി മാറിയിരിക്കുന്നതായും 350ഓളം രോഗികൾ നിലവിൽ PTHന്റെ കീഴിൽ ചികിത്സ നേടുന്നതായും ബന്ധപ്പെട്ടവർ KCN ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ കീഴിൽ 2 വർഷമായി ആരംഭിച്ചിട്ട് അവിടെ 365ഓളം രോഗികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഇതുപോലെ പോയി അവരുടെ അധിക വീടുകളിലും നിരാലംബരായ ആളുകളാണ് ഉള്ളത്. ദയനീയമായ രീതിയിലാണ് അവരുടെ ജീവിതം അവർ തള്ളി നീക്കുന്നത്. അധികം വീട്ടുകളിലും കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളാണ് ഉണ്ടാവുക. അത്തരം ആളുകളെയാണ് PTH ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട മരുന്നുകളും സൗജന്യമായി നൽകിക്കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും പൂർണ്ണമായി അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള വിഷമമാണ് ഇന്ന് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. തീരെ കഴിവില്ലാത്ത രോഗികളെ വീടുകളിൽ പോയി ശുശ്രൂഷിക്കുക, അവർക്ക് സ്വന്തമായി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോലും കഴിവില്ലാത്തവരെ ആണ് കൂടുതലായി ഈ പാലിയേറ്റീവ് കെയർ നോക്കുന്നത്. കാസർഗോഡ് നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ പഞ്ചായത്തിലുള്ളവരൊക്കെ ഒരുപാട് രോഗികൾ ഇനിയും ശുശ്രൂഷിക്കേണ്ടവരുണ്ട്, ചികിത്സ നൽകേണ്ടവരുണ്ട്. സാമ്പത്തികമായ വലിയൊരു പരാധീനതയാണ് അത് അത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നത്. 3ാം വർഷത്തിലേക്ക് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് നിങ്ങളാൽ കഴിയുന്ന ഉദാരമായ സംഭാവനകൾ നൽകി സഹായിക്കണമെന്ന് മാത്രമാണ്. ഹോസ്പീസ് പാലിയേറ്റീവ് കെയറിന്റെ സേവന പരിപാടിയുടെ ഭാഗമാകുവാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഗൃഹസന്ദർശനത്തിൽ സംബന്ധിച്ച ഡോക്ടർ സുരഭി KCN ന്യൂസിനോട് പറഞ്ഞു. ഞാനിപ്പം ഏകദേശം കുറേ മാസങ്ങളായി ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഭയങ്കര ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം അധികം കണ്ടിട്ടില്ല. അപ്പം ഈ PTH എന്ന് പറഞ്ഞൊരു സംഭവം ഇവർ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. ഒരുപാട് പേഷ്യൻസിനെ കാണാനും അതേപോലെ ഒരുപാട് പേർക്ക് ചികിത്സ കൊടുക്കാനും അതും നമ്മൾ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഗൃഹസന്ദർശനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും PTH കാസർഗോഡ് മണ്ഡലം ചെയർമാനുമായ PM മുനീർ ഹാജി, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ KB കുഞ്ഞാമു ഹാജി, മുസ്ലിം ലീഗ് കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KM ബഷീർ, PTH മണ്ഡലം ജനറൽ കൺവീനർ മൊയ്തീൻ കൊല്ലമ്പാടി, മുജീബ് കമ്പാർ, സിദ്ദിഖ് ചക്ര, നൂറുദ്ദീൻ പുളിക്കൂർ, മുഹമ്മദ് കുഞ്ഞി, മുഹമ്മദ് അലി മമ്മി, മൂസ ബാസിദ്, KA അബ്ദുള്ള, ഫൈസൽ പടിഞ്ഞാർ, ഷാഹിദ, ഹാജറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബോവിക്കാനത്ത് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്ര ഉദ്ഘാടനവും മുളിയാർ ചങ്ങാതിക്കുട്ടം ചാരിറ്റബിൾ സൊസൈറ്റി 8ാം വാർഷികാഘോഷവും വിപുലമായ പരിപാടികളോടെ നടന്നു. കാറടക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 8 വർഷമായി ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമാണ് മുളിയാർ ചങ്ങാതിക്കുട്ടം ചാരിറ്റബിൾ സൊസൈറ്റി. സൊസൈറ്റിയുടെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ഇതോടൊപ്പം ആദരിക്കൽ ചടങ്ങും നടന്നു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ മനുഷ്യ നന്മയ്ക്ക് ഏറ്റവും മകുടോദാഹരണമാണ് നമ്മുടെ വേദന പോലെ മറ്റുള്ളവരുടെ വേദനയും കാണുക എന്നുള്ളത്. അവരുടെ ആപത്ത് സമയത്ത്, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടാവുന്ന കാലത്ത് മറ്റെല്ലാം മറന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നത്ര പുണ്യപ്രവൃത്തി ഈ ലോകത്ത് മറ്റൊന്നും ഉണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല. മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി അധ്യക്ഷത വഹിച്ചു.
പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ അനീസ മൻസൂർ മല്ലത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ അബ്ബാസ് കൊളച്ചപ്പ, രമേശൻ മുതലപ്പാറ, IUML ഉദുമ മണ്ഡലം ജനറൽ സെക്രട്ടറി KB മുഹമ്മദ് കുഞ്ഞി, CPIM കാറടുക്ക ഏരിയ സെക്രട്ടറി M മാധവൻ, മുളിയാർ ലോക്കൽ സെക്രട്ടറി ദാമോദരൻ മാഷ്, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് ജയകൃഷ്ണൻ, കോൺഗ്രസ് മുളിയാർ മണ്ഡലം പ്രസിഡന്റ് അശോകൻ, STU സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, PDP പഞ്ചായത്ത് പ്രസിഡന്റ് EC ഹനീഫ്, ബോവിക്കാനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് B അഷ്റഫ്, സോഷ്യൽ സേവ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി മസൂദ് ബോവിക്കാനം, KVVES മുളിയാർ യൂണിറ്റ് പ്രസിഡന്റ് ഹംസ ചോയ്സ്, STU മോട്ടോർ യൂണിയൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സുബൈർ മാര എന്നിവർ പങ്കെടുത്തു. സ്വാഗത സംഘം കൺവീനർ എബി കുട്ടിയാനം സ്വാഗതവും വൈസ് ചെയർമാൻ ജമാൽ അമ്മങ്കോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചുമട്ടുതൊഴിലാളി യൂണിയൻ വിദ്യാനഗർ യൂണിറ്റിലെ വിരമിക്കുന്ന തൊഴിലാളിക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന KCMP സൊസൈറ്റി ചുമട്ടുതൊഴിലാളി T കുഞ്ഞമ്പുവിനാണ് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകിയത്. ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC വിദ്യാനഗർ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ്. പരിപാടി INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് 100% നമുക്ക് ജോലി തരാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ ദിവസവും 2 പേരെ അവിടെ വന്നിരിക്കണം, അത് ജോലിയില്ലെങ്കിൽ അവർക്ക് കൂലിയില്ല എന്നൊരു സ്ഥിതി അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ മേഖലയിലുണ്ട്. ഇത് ആദ്യകാലത്താണെങ്കിൽ ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് കുഞ്ഞമ്പോടിനെ പോലത്തെ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യാൻ എത്തിയത്. പ്രസിഡന്റ് ചന്ദ്രൻ കൊട്ടോടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം TV കുഞ്ഞിരാമൻ, KCMP സൊസൈറ്റി സെക്രട്ടറി PK വിനോദ് കുമാർ, സപ്ലൈകോ ഡിപ്പോ മാനേജർ P ശശികുമാർ തുടങ്ങിയവർ T കുഞ്ഞമ്പുവിന് ഉപഹാരം നൽകി. ജമീല അഹമ്മദ്, KM ശ്രീധരൻ, E വേണുഗോപാലൻ, T സുകുമാരൻ നായർ, K ഉമേശൻ, നിതീഷ് K പാണൂർ, അഭിലാഷ് തച്ചങ്ങാട്, B ഗണേശൻ, ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NGO സംഘിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് 8% വീട്ടുവാടക ഭത്ത അനുവദിച്ച ഉത്തരവിറക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. മലയോര ഹൈവേയുടെ ശില്പി ജോസഫ് കനകമൊട്ടയുടെ സ്മരണാർത്ഥം കോളിച്ചാൽ 18-ാം മൈലിൽ സ്ഥാപിച്ച ജോസഫ് കനകമൊട്ടയുടെ പ്രതിമ മന്ത്രി ഡോക്ടർ R ബിന്ദു അനാവരണം ചെയ്തു. ജില്ലാ മലയോര വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് വിട്ടുനൽകിയ സ്ഥലത്ത് പ്രതിമ ഒരുക്കിയത്. മലയോര ഹൈവേ, കാണിയൂർ റെയിൽപാത തുടങ്ങിയ ആശയങ്ങൾ ആദ്യമായി അവതരിപ്പിച്ച മലയോര വികസന നായകനും മലയോര ഹൈവേയുടെ ഉപജ്ഞാതാവുമായ ജോസഫ് കനകമൊട്ടയുടെ സ്മരണാർത്ഥം ജില്ലാ മലയോര വികസന സമിതിയുടെ നേതൃത്വത്തിൽ കോളിച്ചാൽ 18-ാം മൈലിൽ സ്ഥാപിച്ച ജോസഫ് കനകമൊട്ടയുടെ പ്രതിമ മന്ത്രി ഡോക്ടർ R ബിന്ദു അനാവരണം ചെയ്തു. 18-ാം മൈലിൽ പൊതുമരാമത്ത് വകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്ത് ശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് ജോസഫ് കനകമൊട്ടയുടെ ഫൈബറിൽ തീർത്ത പൂർണ്ണകായ പ്രതിമ ഒരുക്കിയത്. 40 റീച്ചുകളിലായി കാസർഗോഡ് നന്താരപദവിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം കടുക്കരയിലാണ് മലയോര ഹൈവേ അവസാനിക്കുന്നത്. നാടിന്റെ വികസനം ലക്ഷ്യമാക്കി ജോസഫ് കനകമൊട്ട നടത്തിയ പ്രവർത്തനങ്ങളുടെ അംഗീകാരമെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ച സ്ഥലത്ത് പ്രതിമ സ്ഥാപിച്ചത്. ചടങ്ങിൽ E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ മലയോര വികസന സമിതി പ്രസിഡന്റ് തോമസ് MU റിപ്പോർട്ട് അവതരണം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഉപഹാര സമർപ്പണം നടത്തി. രാജു കട്ടക്കയം, പ്രസന്ന പ്രസാദ്, മുരളി പയ്യങ്ങാനം, ഷിനു ചാക്കോ, പ്രിയ ഷാജി, ജോസ് മാവേലിൽ, ഡിനോ കുമാരിക്കാട്ട്, ജോസഫ് വാരണത്ത്, MM സൈമൺ, ടോമി വാഴപ്പള്ളി, ഇബ്രാഹിം ചെമ്മനാട്,
സി ബാലകൃഷ്ണൻ, എച്ച് ലക്ഷ്മണ ഭട്ട്, ആർ സൂര്യനാരായണ ഭട്ട്, കെ ജെ സജി, ജി ശിവദാസൻ, എ കെ രാജേന്ദ്രൻ, സി ജെ കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ സ്വാഗതവും സ്മാരക നിർമ്മാണ കമ്മിറ്റി കൺവീനർ സന്തോഷ് ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാഞ്ഞങ്ങാട് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അനുമോദന സദസ്സ് നടത്തി. എക്കണോമിക്സ് വിഭാഗം സംഘടിപ്പിച്ച ഹെറ്ററോഡോക്സ് ഇക്കണോമിക്സ് എന്ന വിഷയത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം സമ്മാനം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പടന്നക്കാട് നെഹ്റു കോളേജ് ഇക്കണോമിക്സ് വിഭാഗം സംഘടിപ്പിച്ച ഹെറ്ററോഡോക്സ് ഇക്കണോമിക്സ് എന്ന വിഷയത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം സമ്മാനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ്, സർട്ടിഫിക്കറ്റ്, ഉപഹാരം എന്നിവ വിതരണം ചെയ്തു. നെഹ്റു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ വി മുരളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ ഉദ്ഘാടനം ചെയ്തു. വകുപ്പ് മേധാവി ഡോക്ടർ ജിതിന പി സി സ്വാഗതം പറഞ്ഞു. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ചന്ദ്രബാബു, ഇക്കണോമിക്സ് അസോസിയേഷൻ സെക്രട്ടറി അബ്ബാസ് നിബ്രാസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വിനീഷ് കുമാർ നന്ദിയും പറഞ്ഞു. പൊതുവിഭാഗത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം സ്ഥാനം നേടിയ ഇ.കെ. നാനാർ ഗവൺമെന്റ് കോളേജ് എളേരിത്തട്ടിലെ സാന്ദ്ര മാത്യു, പട്ടികവർഗ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജ് കണ്ണൂരിലെ ശിവരശ്മി എസ്, നെഹ്റു കോളേജിൽ ഉയർന്ന മാർക്ക് നേടിയ മഞ്ജിമ കെ വി എന്നിവർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ത്യാഗരാജ പുരന്ദരദാസ സംഗീതാരാധനയ്ക്ക് തിരിതെളിഞ്ഞു. പെരിഞ്ചലൂർ സംഗീത സഭ സ്ഥാപകൻ വിജയ് നീലകണ്ഠൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. നാടിനെ സംഗീത സാന്ദ്രമാക്കാൻ 3 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് സദ്ഗുരു ത്യാഗബ്രഹ്മ സംഗീത സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീ ത്യാഗരാജ പുരന്ദരദാസ സംഗീതാരാധനയ്ക്ക് തിരിതെളിഞ്ഞു. പെരിഞ്ചല്ലൂർ സംഗീത സഭാ സ്ഥാപകൻ വിജയ് നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സംഗീത സഭാ പ്രസിഡന്റ് ബി ആർ ഷേണായി അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് സംഗീത സഭയുടെ സുവനീർ പെരിയ ഗോകുലം ഗോശാല സ്ഥാപകൻ വിഷ്ണുപ്രസാദ് ഹെബ്ബാറിന് കൈമാറി പ്രകാശനം ചെയ്തു. സംഗീതാരാധനയുടെ ഭാഗമായി നടക്കുന്ന ഉഞ്ചവൃത്തി ചടങ്ങിൽ 25 വർഷമായി ത്യാഗരാജസ്വാമികളുടെ വേഷമണിയുന്ന കിരവി അഗിതായെ സംഗീതജ്ഞൻ ടി പി ശ്രീനിവാസൻ ആദരിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ സുകുമാരൻ പെരിയച്ചൂർ, കവയിത്രി സി പി ശുഭ, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ, സംഗീതസഭ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ടി പി സോമശേഖരൻ, ഗജാൻജി പി പി ജഗദീശൻ, ഉഷ ഈശ്വർ ഭട്ട്, ശിവരഞ്ജിനി ഭട്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന കച്ചേരിയിൽ സംഗീതം പത്മനാഭൻ പാടി. ബഹുധാരി രാഗത്തിൽ ബ്രോവബാരമ്മ എന്ന ആദിതാള കൃതിയോടെ കച്ചേരി ആരംഭിച്ചു. പ്രധാന കൃതിയായി തോടി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കഥനു വാരികി എന്ന കീർത്തനമാണ് ആലപിച്ചത്. തിരുനെല്ലൂർ അജിത് കുമാർ വയലിനും ചേർത്തല കൃഷ്ണകുമാർ മൃദംഗത്തിലും മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടത്തിലും വെള്ളിക്കൂത്ത് പി രാജീവ് ഗോപാൽ മോർസിംഗിലും പക്കമേളമൊരുക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റൈസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം മാർച്ച് 4 നടക്കും. മൻസൂർ ഹോസ്പിറ്റലിന് എതിർവശം റോയൽ റെസിഡൻസിയിലാണ് സമ്മേളനം നടക്കുക. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം മാർച്ച് 4 വൈകുന്നേരം കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ബി അബ്ദുള്ള നഗറിൽ നടക്കും. AKGSMA കാസർഗോഡ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KM ബാബുരാജിന്റെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അയമു ഹാജി മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി CV കൃഷ്ണദാസ് സംഘടനാ വിഷയങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് 2024-26 വർഷത്തെ ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പും നടത്തും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. COA സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. നഗരത്തിൽ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ് സമ്മേളനം തുടങ്ങിയത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും ഗ്രാമസഭ ചേർന്ന് വോട്ടർ പട്ടിക ഉറക്കെ വായിച്ചു. ആശയം നടപ്പാക്കിയത് രാജ്യത്ത് കാസർഗോഡ് ആദ്യമായി. കാസർഗോഡ് വീണ്ടും വൻ കുഴൽപ്പണവേട്ട. നഗരത്തിലെത്തിയ യുവാവിൽ നിന്ന് 15,15,000 രൂപ പിടികൂടി. കുമ്പളയിൽ വ്യാപാരിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്.
മഞ്ചേശ്വരം തുമിനാട്ടി കോൺക്രീറ്റ് റോഡിൽ രൂപപ്പെട്ട കുഴിയടച്ച് മാതൃകയായി നാരായണൻ. മാതൃകാ പ്രവർത്തനത്തിന് നിറഞ്ഞ കയ്യടി. വീട്ടിനകത്ത് പാചകവാതക സിലിണ്ടർ തുറന്ന് ഗൃഹനാഥനായ യുവാവ് പൈപ്പിന് തീ കൊളുത്തി. സംഭവം തൃക്കരിപ്പൂർ കൊയങ്കോരയിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.